എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുരുമുളക് രസമാണ്. പനി ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ചോറിൻ്റെ കൂടി അതുപോലെ തന്നെ വെറുതെ കുടിക്കാനും ഈ ഒരു രസം നല്ല സൂപ്പറാണ്. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സുഖം കിട്ടും ഇത് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി കുരുമുളക് രസം ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നല്ല വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുളി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തോളൂ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ് കിട്ടിയിരിക്കുന്നത്. പൊതുവേ എനിക്ക് ഇവിടെ വാങ്ങണ പുളിയൊക്കെ ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടാണ് എടുക്കാറ്, എന്നാലേ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ പുളി സ്വാദ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർ ഇതിലും കുറച്ച് പുളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കൊരു അരപ്പുണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലി, 3 കപ്പലമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ കായപ്പൊടിക്ക് പകരമായിട്ട് കായമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം എടുത്താലും മതി. അതുപോലെ തന്നെ മല്ലി, മുളക്, കുരുമുളകൊക്കെ പൊടികളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് അമ്മിക്കല്ലിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഇനി നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ജലദോഷവും പനിയൊക്കെ വരുന്ന സമയത്ത് ഇത് കുടിക്കാനും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ചൂട് ചോറിനോടൊപ്പം അത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബാക്കിയുള്ള അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പുളിയുടെയും അതുപോലെ നമ്മുടെ ചേർത്ത അരപ്പിൻ്റെയും പച്ചവാസന പോണ വരെ നന്നായിട്ടൊന്ന് ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. രസം ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പച്ചവാസന എല്ലാം പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം ഒരു താളിപ്പ് ഇതിലേക്ക് ചേർക്കുകയും വേണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 2 കപ്പലമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ച് കൊട്ടണം. അപ്പോൾ നമ്മുടെ നല്ല എരിവുള്ള കുരുമുളക് രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.